പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഏവർക്കും നൈസ് തങ്കോസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് 7ാം ക്ലാസ്സുകാരുടെ ഹിന്ദി പാഠപുസ്തകത്തിലെ ഒരു ലേഖനവുമായിട്ടാണ്. സാഫ് സഫായി മേ അവൽ ഗാവ്. ലേഖനത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ബട്ടൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്കായി ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. ലേഖ സാഫ് സഫായി മേ അവൽ ഗാവ്. ഗാലിബ് കലീമാണ് ഈ ഒരു ലേഖനം എഴുതിയിരിക്കുന്നത്. സാഫ് സഫായി മേ അവൽ ഗാവ്. സാഫ് സഫായി എന്ന് വെച്ചാൽ ശുചിത്വത്തിൽ. സാഫ് സഫായി മേം ശുചിത്വത്തിൽ. അവൽ ഗാവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ ഗ്രാമം, ആദ്യത്തെ ഗ്രാമം. ഓക്കെ, സാഫ് സഫായി മേം അവൽ ഗാവ്. ശുചിത്വത്തിൽ ഒന്നാമത്തെ ഗ്രാമം. നോക്കാം. ടെക്സ്റ്റിൽ ഒരു സൂചനാ ബോർഡ് കാണുന്നുണ്ടല്ലേ. ലിനോങ് സേ സാഫ് സുധര ഗാവ്. വൃത്തിയുള്ള ഗ്രാമം. ഏതാ? ലിനോങ് ആണ് വൃത്തിയുള്ള ഗ്രാമം, ശുചിത്വമുള്ള ഗ്രാമം. നോക്കൂ. കച്ചുര ന ഫെങ്കേം. കച്ചുര മീൻസ് മാലിന്യം. കച്ചുര ന ഫെങ്കേം, മാലിന്യം വലിച്ചെറിയരുത്. ഓക്കെ, മാലിന്യം വലിച്ചെറിയരുത്. ക ഇസ്തമാൽ കരേം. എന്താ? എന്നെ ഉപയോഗിക്കൂ എന്ന. ഡസ്റ്റ്ബിൻ അവിടെ ഉണ്ടല്ലേ, ആ ഡസ്റ്റ്ബിൻ ഉപയോഗിക്കൂ എന്ന. അതായത് മാലിന്യങ്ങൾ വലിച്ചെറിയരുത്, അത് എവിടെ നിക്ഷേപിക്കണം? ഡസ്റ്റ്ബിന്നുകളിൽ നിക്ഷേപിക്കണം. കൂട്ടുകാർ, ഈ സെൻറ്റൻസുകൾ പഠിക്കുക. നിങ്ങൾക്ക് എക്സാമിന് പോസ്റ്ററുകൾ തയ്യാറാക്കാനായിട്ട് ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഈ സെൻറ്റൻസുകൾ ഇതുപോലെ തന്നെ നോക്കി വയ്ക്കുക. കച്ചറ ന ഫേങ്ക. കച്ചറ മാലിന്യങ്ങൾ വലിച്ചെറിയരുത്. ഓക്കെ, ഇസ്തമാൽ കരേം, എന്നെ എന്ത് ചെയ്യൂ? എന്നെ ഉപയോഗിക്കൂ. ക്ലിയർ? നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. ഏഷ്യ കാ സബ്സെ സാഫ് സുധര ഗാവ് മാവ്ലിംഗൻ മേഘാലയ മേ ഹൈ. ഏഷ്യയിലെ സബ്സെ സാഫ് സുധര ഗാവ്, ഏറ്റവും ശുചിത്വമുള്ള ഗ്രാമം മാവ്ലിനോങ് മേഘാലയ മേ ഹൈ. എന്താ? മാവ്ലിനോങ് ആണ് ഏഷ്യയിലെ ഏറ്റവും ശുചിത്വമുള്ള ഗ്രാമം. ഇതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മേഘാലയ മേ ഹൈ, മേഘാലയയിലാണ്. ഏഷ്യയിലെ ശുചിത്വമേറിയ ഗ്രാമം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മേഘാലയയിലെ മാവ്ലിനോങ് എന്ന ഗ്രാമമാണ് ഏഷ്യയിലെ ഏറ്റവും ശുചിത്വമുള്ള ഗ്രാമം. ഗാവ് ഗ്രാമം. ക്ലിയർ? साल 2003 में इस गांव को एशिया के सबसे साफ सुथरे गांव के तौर पर चुना गया. साल ईयर वर्षम. 2003 എത്രയാ? 2003. 2003 इस गांव को, ഈ ഗ്രാമത്തെ ഏഷ്യ के सबसे साफ सुथरे गांव का तौर पर चुना गया. ഏഷ്യയിലെ ഏറ്റവും ശുചിത്വമേറിയ ഗ്രാമമായി തിരഞ്ഞെടുത്തു. इस गांव की सबसे बड़ी खासियत यह है कि यहाँ की सारी साफ सफाई गाँव वाले खुद ही करते हैं. इस गाँव की सबसे बड़ी खासियत यह है, ഈ ഗ്രാമത്തിലെ ഏറ്റവും വലിയ സവിശേഷത, പ്രത്യേകത ഇതാണ്. എന്താ? യഹാങ്കി, ഇവിടെ, സാരി സാഫ് സഫായി, മുഴുവൻ വൃത്തിയും, എന്താ ശുചീകരണവും, സാഫ് സഫായി ശുചിത്വവും ശുചീകരണവും, ഗാവ് വാലെ ഗ്രാമവാസികൾ ഖുദ് ഹി കർത്തേ ഹൈ. ഖുദ് മീൻസ് സ്വയം, ആരും നിർബന്ധിച്ച് ചെയ്യിക്കുന്നതല്ല. പിന്നെയോ ഖുദ് ഹി കർത്തേ ഹൈ, ഇവിടെയുള്ള ഗ്രാമവാസികൾ തന്നെയാണ് ഈ ഗ്രാമത്തെ ശുചിത്വമുള്ളതാക്കി മാറ്റുന്നത്. ഈ ഗ്രാമത്തിലെ ശുചിത്വ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് ഇവിടെയുള്ള ഗ്രാമവാസികളാണ്. ഓക്കെ. സ്വച്ഛതാ കെ ലിയേ യഹാ കെ ലോഗ് കിസി തരഹ് സെ പ്രശാസൻ ഫർ നിർഭർ നഹീ ഹൈ. എന്താ പറഞ്ഞേക്ക് നോക്കൂ. സ്വച്ഛതാ കെ ലിയേ യഹാ കെ ലോഗ് കിസി തരഹ് സെ പ്രശാസൻ പർ നിർഭർ നഹീം ഹൈ. എന്താ? പ്രശാസൻ മീൻസ് ഭരണം. ഇവിടെയുള്ള ജനങ്ങൾ ശുചിത്വത്തിൻ്റെ കാര്യത്തിൽ ഒരു തരത്തിലും അവിടെയുള്ള ഭരണത്തെ ആശ്രയിക്കാറില്ല. അതായത് ഇവിടെ ഈ ഗ്രാമത്തെ ശുചിയാക്കാൻ പഞ്ചായത്തുകാർ ചെയ്യണമെന്നോ കോർപ്പറേഷൻകാർ ചെയ്യണമെന്നോ മറ്റുള്ളവർ വന്ന് ചെയ്യണമെന്നോ എന്നിങ്ങനെ മാറ്റിവെക്കാറില്ല. ആ ഗ്രാമത്തെ ശുചിയാക്കിയിരുന്നത് അവിടെയുള്ള ഗ്രാമവാസികളാണ്. ഗാവ് വാലെ ഗ്രാമവാസികൾ. അവിടെയുള്ള ഗ്രാമവാസികൾ എല്ലാവരും ശുചിത്വത്തിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായിരുന്നില്ല.
അവിടെയുള്ള സ്ത്രീകളായാലും പുരുഷന്മാരായാലും കുട്ടികളായാലും ഒക്കെ ആ ഗ്രാമത്തെ വളരെ ശുചിത്വത്തോടെ പരിപാലിച്ചിരുന്നു. इस छोटे से गांव में प्लास्टिक पूरी तरह से प्रतिबंधित है. ഈ छोटे से गांव में ഈ ചെറിയ ഗ്രാമത്തിൽ പ്ലാസ്റ്റിക് പൂരി तरह से प्रतिबंधित है. പ്ലാസ്റ്റിക് പൂർണ്ണമായും എന്ത് ചെയ്തിരുന്നു? പ്രതിബന്ധിത, നിരോധിച്ചിരുന്നു. ആ ഗ്രാമത്തിലെ പ്ലാസ്റ്റിക് പൂർണ്ണമായി നിരോധിച്ചിരുന്നു. पूरे गांव में जगह जगह बांस से बने हुए डस्टबिन लगाए गए हैं. पूरे गांव में ഗ്രാമം മുഴുവൻ ജഗഹ് ജഗഹ് ബാംസ് സെ ബനെ, അവിടെ എന്താ? ബാംസ് മുള, ബാംസ് സെ ബനെ ഹുയേ, മുള കൊണ്ട് നിർമ്മിച്ച ഡസ്റ്റ്ബിൻ ലഗായേ ഗയേ ഹൈ. ഗ്രാമത്തിൽ അവിടെ ഇവിടെയായിട്ട് എന്ത് ചെയ്തിരുന്നു? മുള കൊണ്ട് നിർമ്മിച്ച ഡസ്റ്റ്ബിന്നുകൾ സ്ഥാപിച്ചിരുന്നു. ഓക്കെ, അവിടെ പ്ലാസ്റ്റിക് പൂർണ്ണമായി നിരോധിച്ചിരുന്നു. പിന്നെയോ ചപ്പ് ചവറുകൾ നിക്ഷേപിക്കുന്നതിനായിട്ട് ആ ഗ്രാമത്തിൻ്റെ അങ്ങിങ്ങായിട്ട് മുള കൊണ്ട് നിർമ്മിച്ച ഡസ്റ്റ്ബിന്നുകളും സ്ഥാപിച്ചിരുന്നു. महिला, पुरुष और बच्चों समेत किसी भी गाँव वाले को अगर कहीं गंदगी नजर आती है तो वह फौरन सफाई में लग जाते हैं. എന്താ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കിക്കോളൂ. മഹിള സ്ത്രീ, വനിത സ്ത്രീ, പുരുഷൻ ഓർ ബച്ചോം ഓർ കുട്ടികൾ. മഹിളയാണെങ്കിലും പുരുഷനാണെങ്കിലും കുട്ടിയാണെങ്കിലും സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും കുട്ടിയാണെങ്കിലും സമേത് किसी भी गाँव वाले को अगर कहीं गंदगी नजर आती है तो वे फौरन सफाई में लग जाते हैं. ആരുടെ കണ്ണിലാണോ മാലിന്യം കാണുന്നത് അവർ അപ്പോൾ തന്നെ എന്ത് ചെയ്യും? ആ മാലിന്യത്തെ അവിടെ നിന്നും മാറ്റും. അതിപ്പോൾ മാലിന്യം കണ്ടത് കുട്ടിയാണെന്നോ അല്ലെങ്കിൽ സ്ത്രീയാണെന്നോ പുരുഷനാണെന്നോ അങ്ങനെ ഒരു വേർതിരിവുമില്ല. ആ ഗ്രാമത്തിലുള്ള ഏത് ഗ്രാമവാസിയാണെങ്കിലും മാലിന്യം കണ്ടാൽ നസർ മീൻസ് കണ്ണ് എന്ന, കണ്ണിൽ പെടുകയാണെങ്കിൽ, മാലിന്യം കണ്ണിൽ പെടുകയാണെങ്കിൽ അപ്പോൾ തന്നെ ഫൗരൻ സഫായി മേ ലഗ് ജാത്തെ ഹൈ, അപ്പോൾ തന്നെ എന്ത് ചെയ്യും? വൃത്തിയാക്കാനായിട്ട് തയ്യാറെടുക്കും, അല്ലെങ്കിൽ വൃത്തിയാക്കും. ആ ഗ്രാമം ശുചിയുള്ളതാക്കി വയ്ക്കും. മാലിന്യം ഒരിടത്ത് കിടക്കാനും ആ ഗ്രാമവാസികൾ അനുവദിച്ചിരുന്നില്ല. അപ്പോൾ അത് കുട്ടികളുടെ പോലും ഉത്തരവാദിത്വമായിരുന്നു എന്നുള്ളതാണ്. അത് വലിയ ആൾ മാത്രമേ ചെയ്യൂ, അല്ലെങ്കിൽ പുരുഷന്മാർ മാത്രമേ ചെയ്യൂ, സ്ത്രീകൾ മാത്രമേ ചെയ്യൂ, അല്ലെങ്കിൽ ചെറുപ്പക്കാരെ ചെയ്യൂ, അങ്ങനെ ഒരു വേർതിരിവ് ആ ഗ്രാമത്തിൽ ഉണ്ടായിരുന്നില്ല. ആ ഗ്രാമത്തിൽ എവിടെയെങ്കിലും മാലിന്യം കിടക്കുന്നത് ആരാണോ കാണുന്നത് അവരെന്ത് ചെയ്യും? അവർ അപ്പോൾ തന്നെ ആ മാലിന്യത്തെ മാറ്റുമായിരുന്നു. सफाई के प्रति उनकी जागरूकता का अंदाज़ा तुम इस बात से लगा सकते हो कि अगर सड़क पर चलते हुए उन्हें कहीं भी कचरा नजर आए तो वे पहले कचरे को डस्टबिन में डालते हैं, फिर आगे बढ़ते हैं. यहाँ लोग अपने घर से निकलने वाले कूड़े कचरे को भी डस्टबिन में जमा करते हैं और फिर उसे एक जगह इकट्ठा कर खेती के लिए खाद की तरह इस्तेमाल करते हैं. सफाई के प्रति उनकी जागरूकता का अंदाज़ा तुम इस बात से लगा सकते हो कि अगर सड़क पर चलते हुए उन्हें कहीं भी कचरा नजर आए तो वे पहले कचरे को डस्टबिन में डालते हैं. അവിടെയുള്ള ആൾക്കാരുടെ ശുചിത്വം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എങ്ങനെയാ? അവിടെയുള്ളവരുടെ കണ്ണിൽ, ആരുടെ കണ്ണിലാണോ മാലിന്യം ആദ്യം കാണപ്പെടുന്നത് അവരെന്ത് ചെയ്യും? ആ മാലിന്യത്തെ എടുത്ത് ഡസ്റ്റ്ബിന്നിൽ ഇടുമായിരുന്നു. ഓക്കെ, അപ്പോൾ അകർ സടക്ക് പർ ചലത്തെ ഹുയേ, സടക്ക് മീൻസ് റോഡിലൂടെ നടക്കുന്ന സമയത്ത് ഉനേം കഹീം ഫി കച്ചറ നസർ ആയേത്തോ, എവിടെയെങ്കിലും കച്ചറ മാലിന്യം, നസർ കണ്ണിൽ പെടുകയാണെങ്കിൽ, നസർ ആയേത്തോ കണ്ണിൽ പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ മാലിന്യം കാണുകയാണെങ്കിൽ വേ പഹലെ അവർ ആദ്യം എന്ത് ചെയ്യും? കച്ചരേക്കോ ഡസ്റ്റ്ബിൻ മേൻ ഡാൽത്തേ ഹൈ, ആ മാലിന്യത്തെ ഡസ്റ്റ്ബിന്നിൽ നിക്ഷേപിക്കും. ഫിർ ആകെ ബഡ്ത്തേ ഹൈ, അതിനുശേഷം അവർ മുന്നോട്ട് നടക്കുകയുള്ളൂ. ആദ്യം അവരെന്ത് ചെയ്യും? അവരുടെ കണ്ണിൽപ്പെടുന്ന മാലിന്യത്തെ അവർ നീക്കം ചെയ്യും. അതും വലിച്ചെറിയുകയല്ല ചെയ്യുന്നത്, അവരവരുടെ ഡസ്റ്റ്ബിന്നിൽ നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. യഹാം ലോഗ് അപ്പനെ ഘർ സെ നികൽനെ വാലെ കൂടെ കച്ചരെ കോഫി ഡസ്റ്റ്ബിൻ മേ ജമാ കർത്തേ ഹൈ, ഇവിടെയുള്ള ജനങ്ങൾ, ഇവിടെയുള്ള ആൾക്കാർ അവരുടെ വീട്ടിലെ മാലിന്യങ്ങളും അവരെന്ത് ചെയ്യും? ഡസ്റ്റ്ബിന്നിൽ കീപ്പ് ചെയ്യും, ഡസ്റ്റ്ബിന്നിൽ നിക്ഷേപിക്കും. ഓർ ഫിർ ഉസേ ഏക് ജഹ് ഇക്കട്ടാ കർ ഖേത്തി കെ ലിയേ ഖാദ് കി തരഹ് ഇസ്തേമാൽ കർത്തേ ഹൈ, എന്ത് ചെയ്യും? ഈ മാലിന്യങ്ങളൊക്കെ അവർ ഒരുമിച്ചാക്കിയിട്ട് ഖേത്ത് വയലിലത്തേക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൃഷിസ്ഥലത്തേക്ക് വേണ്ടി
ഖാദ്. ഖാദ് മീൻസ് വളം. ഖാദ് വളം. അപ്പോൾ അവരുടെ മാലിന്യങ്ങളെല്ലാം നിക്ഷേപിച്ച് അവരതിനെ വളമാക്കി മാറ്റും. അവരുടെ കൃഷിക്ക് അനുയോജ്യമായ വളമാക്കി മാറ്റും. നമ്മുടെ നാട്ടിലെ പോലെ ഭയക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നാട്ടിൽ ഒത്തിരി പ്ലാസ്റ്റിക് ആണല്ലേ. എന്തെങ്കിലും വളത്തിനായിട്ട് നിക്ഷേപിച്ചാൽ അതിലും അധികവും വളം ഈ പ്ലാസ്റ്റിക് ആയിരിക്കും. അപ്പോൾ നല്ല വളം കിട്ടില്ല, മണ്ണിൽ അലിഞ്ഞു ചേർത്തുമില്ല പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ അല്ലേ. പക്ഷേ നമ്മുടെ മാവ്ലിനോങ്കിലാണെങ്കിലോ അവിടെ പ്ലാസ്റ്റിക് പൂർണ്ണമായി നിരോധിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക് കൊണ്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല. അവിടെയുള്ള മാലിന്യങ്ങളെല്ലാം മണ്ണിൽ അലിഞ്ഞു ചേരുന്നതാണ്. അവരാ വേസ്റ്റ് ബിന്നിൽ അല്ലെങ്കിൽ ഡസ്റ്റ് ബിന്നിൽ കീപ്പ് ചെയ്യുന്ന വേസ്റ്റുകളെല്ലാം വളമാക്കി മാറ്റി അവരവരുടെ കൃഷിഭൂമിയിലേക്ക് ഉപയോഗിക്കും. ഓക്കെ. ऐसा कहा जाता है कि 130 साल पहले इस गांव को हाइजेक की बीमारी ने बुरी तरह से जकड़ लिया था. നോക്കൂ, എന്താ ഐസേ കഹാ ജാതാ ഹെ കി, ഇങ്ങനെ പറയപ്പെടുന്നു. എന്താ 130 സാൽ, എന്താ 130 എന്ന് വെച്ച് കഴിഞ്ഞാൽ 100 എന്ന് വെച്ചാൽ 100 100, 30 130 130 സാൽ എന്ന് വെച്ചാൽ ഇയർ. 130 സാൽ 130 വർഷങ്ങൾക്ക് പഹലെ മുൻപ് ഈസ് ഗാവുക്കോ ഈ ഗ്രാമത്തിൽ ഹൈജേക്കി ബീമാരീനെ ബുരി തരസെ ജഗലിയാത. ഈ ഹൈജേ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോളറ പടർന്നു പിടിച്ചിരുന്നു. मेडिकल सुविधा न होने की वजह से इस बीमारी से छुटकारा पाने का एकमात्र उपाय था सफाई करना. മെഡിക്കൽ സുവിധ എല്ലാം പറഞ്ഞത് എന്താണ്? ഈ രോഗം തുടച്ചു മാറ്റണമെങ്കിൽ അവിടെ എന്തുണ്ടാവണം? ശുചിത്വം ഉണ്ടാകണം. ശുചിത്വം മാത്രമാണ് കോളറയെ തുരത്തി മാറ്റാനുള്ള ഏക ഉപായം. गाँव के लोगों का मानना है कि हमारे पूर्वजों ने कहा था कि तुम सफाई के जरिए की खुद को बचा सकते हो, फिर चाहे वह खाना हो, घर हो, ज़मीन हो, गाँव हो या फिर अपना शरीर ही क्यों न हो, सफाई ज़रूरी है. കോളറ തുടച്ചു മാറ്റണമെങ്കിൽ അവിടെ എന്തുണ്ടാവണം? ശുചിത്വം ഉണ്ടായേ തീരൂ. हमारे पूर्वजों ने कहा था कि तुम सफाई के जरिए ही खुद को बचा सकते हो, फिर चाहे वह खाना हो, घर हो, ज़मीन हो, गाँव हो या फिर अपना शरीर ही क्यों न हो, सफाई ज़रूरी है. പൂർവികർ പറയുകയാണ്, ശുചിത്വം മാത്രമേ രോഗത്തെ തുടച്ചു നിൽക്കാനായിട്ട് പറ്റുകയുള്ളൂ, സാധിക്കുകയുള്ളൂ. അപ്പോൾ ശുചിത്വം കൂടിയേ തീരൂ. അത് ആഹാരമായാലും വീടായാലും, ഖാന ആഹാരം, ഖർ വീട്, ആഹാരമായാലും വീടായാലും, ജമീൻ തറയായാലും, ഗാവ് ഗ്രാമമാണെങ്കിലും, ഫിർ അപ്പന ശരീർ ഹി സ്വന്തം ശരീരമാണെങ്കിലും, സഫായി ജരൂരി ഹേ ശുചിത്വം അനിവാര്യമാണ്, ശുചിത്വം പ്രധാനമാണ്. ഓക്കെ. അപ്പോൾ രോഗങ്ങളൊന്നും ഉണ്ടാകാതിരിക്കണമെങ്കിൽ ശുചിത്വം അനിവാര്യമാണ്. ഓക്കെ. സാഫ് സഫായമേ അവൽഗാവ് എന്ന ലേഖനം കൂട്ടുകാർക്ക് ഇഷ്ടമായോ? അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. ഓക്കെ. ഈ പാഠത്തിൻ്റെ തുടർ പ്രവർത്തനങ്ങളുമായിട്ട് ഉടൻ തന്നെ ഞാൻ എത്തുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ബൈ ബൈ.